പണ്ട് പണ്ട് ഒരു കാട്. ആ കാട്ടിലൂടെ ഒരു കാളവണ്ടിയിൽ ഒരാൾ കുറേ വൈക്കോലുമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ചന്തയിലേക്ക് പോകുമായിരുന്നു അയാൾ. അയാളുടെ കൃഷിസ്ഥലത്ത് നിന്ന് വൈക്കോല് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ വനപാതയിലൂടെ അയാൾ നടന്നു വരുമ്പോൾ ആ വഴിയിൽ ഒരു മാൻ കിടക്കുന്നത് കണ്ടു. വളരെ ക്ഷീണിതയായ ഒരു മാൻ. ആ മാൻ ഗർഭിണിയുമായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്കാരന് വലിയ ദയ തോന്നിയിട്ട് അയാൾ താഴെ ഇറങ്ങി വന്ന് മാനിനോട് പറഞ്ഞു, മാനെ, നിനക്ക് ക്ഷീണമാണ്, നിനക്ക് വയ്യ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എൻ്റെ കാളയും കൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് നീ ഈ വഴിയിൽ നിന്നൊന്ന് മാറിക്കിടക്കണേ. അപ്പോൾ മാൻ പറഞ്ഞു, സഹോദര, എൻ്റെ പ്രസവം അടുത്തു, എനിക്കൊരാവശ്യമുണ്ട്, നീ എനിക്ക് സാധിച്ചു തരുമോ? ഈ മനുഷ്യൻ വളരെ ദയാലുവായ ഒരാളായിരുന്നു. അയാൾ ചോദിച്ചു, എന്താണ്, നിനക്ക് എന്ത് വേണം? അപ്പോൾ മാൻ പറഞ്ഞു, എനിക്ക് പ്രസവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാൻ നല്ലൊരു വീട് വേണം. വീട് വെക്കാനുള്ള യാതൊരു സാധനങ്ങളും എൻ്റെ കയ്യിലില്ല. നിൻ്റെ കയ്യിൽ കുറേ വൈക്കോലുണ്ടല്ലോ, കുറച്ച് എനിക്ക് തരാമോ? അപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു, പാവം മാനിന് ഇച്ചിരി വൈക്കോൽ കൊടുത്തേക്കാം. അങ്ങനെ അയാൾ തൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന വൈക്കോലിൻ്റെ പകുതി മാനിന് കൊടുത്തു. മാന് ആ വൈക്കോലും കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കി. കമ്പുകളൊക്കെ നാട്ടി വൈക്കോൽ നിറച്ച് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി. പക്ഷേ വീടിന് വാതിലില്ല. മാൻ വീണ്ടും ആ വഴിയരികി വന്ന് കിടന്നു. അപ്പോൾ അതുവഴി മറ്റൊരു കാളവണ്ടി വന്നു. അതിൽ ഒരു ആശാരി തൻ്റെ വീട്ടിലിരുന്നുണ്ടാക്കിയ വാതിലുകൾ വിൽക്കാൻ പോവായിരുന്നു. അപ്പോൾ മാന് ഈ വണ്ടിയുടെ മുന്നിലേക്ക് നീങ്ങി കിടന്നപ്പോൾ ആശാരി ചോദിച്ചു, എന്താ മാനെ നീ ഇങ്ങനെ വഴി കിടക്കുന്നത്? മാൻ പറഞ്ഞു, എൻ്റെ പ്രസവം അടുക്കാറായി, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് താമസിക്കാൻ ഒരു വീട് വേണം. ഇതിന് മുമ്പേ വന്ന വണ്ടിക്കാരൻ എനിക്ക് വീടുണ്ടാക്കാൻ കുറച്ച് വൈക്കോൽ തന്നു, നിങ്ങൾ എനിക്കൊരു വാതിൽ തരാമോ? ഈ മനുഷ്യന് വലിയ ദയ തോന്നി. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വാതിൽ മാനിന് കൊടുത്തു. അങ്ങനെ മാന് ആ വാതിൽ കൊണ്ടുവന്ന് വീടിന് പിടിപ്പിച്ചു. അത് കഴിഞ്ഞതോടെ നല്ലൊരു സുന്ദരം വീടായി. നോക്കുമ്പോൾ തറ തേച്ചിട്ടില്ല. മാൻ വീണ്ടും വളരെ ബുദ്ധിമുട്ടി വലിഞ്ഞെഴിഞ്ഞ് വഴിയിൽ വന്ന് കിടന്നു. അപ്പോൾ അതുവഴി ഒരാൾ ശർക്കരയും അരിപ്പൊടിയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. മാൻ അയാളോട് ചോദിച്ചു, എനിക്ക് കുറച്ച് ശർക്കര അരിപ്പൊടിയും തരാമോ? എൻ്റെ വീടിൻ്റെ തറയൊന്നും മെഴുകാനാണ്. അയാൾ കൊടുത്തു. അങ്ങനെ ആ ശർക്കരയും അരിപ്പൊടിയും ചേർത്ത് ആ മാനിൻ്റെ വീടിൻ്റെ തറ മെഴുകി. അപ്പോൾ അതൊരു സുന്ദരം വീടായി. പ്രസവം അടുത്തു എന്ന് മാനിന് മനസ്സിലായി. അത് വീണ്ടും വഴിയരികിൽ പോയി കിടന്നു. മാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ, മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഉള്ള സാധനങ്ങൾ നിറച്ച ഒരു കാളവണ്ടിയായിരുന്നു പിന്നീട് വന്നത്. അതിലെന്തൊക്കെയായിരുന്നു അറിയാമോ? അതിൽ നെയ്യ്, പഞ്ചസാര, ശർക്കര, ചുക്ക്, എള്ള് തുടങ്ങിയ സാധനങ്ങളുണ്ടായിരുന്നു. വഴിയിൽ കിടക്കുന്ന മാനിനെ കണ്ടിട്ട് ആ വണ്ടിക്കാരനും ഇറങ്ങി ചോദിച്ചു, എന്താ മാനെ, വയ്യാതെ നീ ഇങ്ങനെ കിടക്കുന്നത്? അപ്പം മാൻ പറഞ്ഞു, എൻ്റെ പ്രസവം അടുക്കാറായി, എനിക്ക് പ്രസവം കഴിഞ്ഞിട്ട് തിന്നാൻ കുറച്ച് നെയ്യും എള്ളും ഒക്കെ വേണമായിരുന്നു, നീ എനിക്ക് തരാമോ? ആ മനുഷ്യൻ പറഞ്ഞു, പിന്നെന്താ, നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് തരാനാ? നിൻ്റെ ക്ഷീണം കണ്ടിട്ട് എനിക്ക് കഷ്ടം വരുന്നുണ്ട്. അങ്ങനെ അയാൾ മാനിന് കുറച്ച് നെയ്യും ശർക്കരയും ചുക്കും എള്ളും ഒക്കെ കൊടുത്തു. അതെല്ലാം കൊണ്ട് മാന് തൻ്റെ വീട്ടിലേക്ക് പോയി. അധികം താമസിക്കാതെ അവൾ പ്രസവിച്ചപ്പോൾ അവൾക്ക് 4 കുഞ്ഞ് മാൻകുട്ടികളാണ് ഉണ്ടായത്. അവൾക്ക് വലിയ സന്തോഷമായി. മാൻകുട്ടികൾക്ക് പാലും കൊടുത്തുകൊണ്ട് അവൾ തൻ്റെ കുഞ്ഞ് വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ കുടിലിനകത്തുണ്ടായിരുന്നു. നെയ്യുണ്ട്, പഞ്ചസാരയുണ്ട്, എള്ളുണ്ട്, ചുക്കുണ്ട്, എല്ലാം ഉണ്ട്. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് അവളങ്ങനെ ആ വീടിനുള്ളിൽ തൻ്റെ മക്കളെ നോക്കി കഴിഞ്ഞു. അങ്ങനെ 10-45 ദിവസം കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരുന്നാൽ ശരിയാവില്ല എന്ന് അവൾക്ക് തോന്നി. വീട്ടിനുള്ളിൽ കരുതി വെച്ച ഭക്ഷണമൊക്കെ തീരാറായി. ഇനി പുറത്തു പോയി ഭക്ഷണം തേടിയേ പറ്റൂ. അങ്ങനെ മാന് തൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ നാളെ മുതൽ കാട്ടിൽ തീറ്റ തേടാൻ പോകും. ഞാൻ നല്ല ഇളം പുല്ല് തിന്നാലേ നിങ്ങൾക്ക് പാല് തരാൻ പറ്റൂ. ഞാൻ വരുന്നത് വരെ നിങ്ങൾ ആർക്കും വാതിൽ തുറന്ന് കൊടുക്കരുത്. കുഞ്ഞുങ്ങൾ തലയാട്ടി സമ്മതിച്ചു, ഇല്ല അമ്മേ, ഞങ്ങൾ ആർക്കും വാതിൽ തുറന്ന് കൊടുക്കില്ല. അങ്ങനെ മാൻ അന്നു മുതൽ കാട്ടിലേക്ക് പോയി ഇളം പുല്ലും കാട്ടരിയിലെ വെള്ളമൊക്കെ കുടിക്കും. കുഞ്ഞുങ്ങൾക്ക് ചവയ്ക്കാൻ തീരെ ഇളം പുല്ലുകൾ കടിച്ചു കൊണ്ടുവരും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ഈ മാന് തൻ്റെ വീടിൻ്റെ വാതിക്കൽ നിന്ന് മക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വഴി ഒരു ചെന്നായ വന്നു. ചെന്നായ നോക്കുമ്പോൾ നല്ല തടിച്ചു കൊഴുത്ത ഒരു മാന്. പക്ഷെ അവൾക്ക് നല്ല വലിപ്പമുണ്ട്. പെട്ടെന്ന് ഓടിച്ചിട്ട് കൊല്ലാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞുങ്ങളാണെങ്കിലോ നല്ല സുന്ദരന്മാർ. ഇവരെ പിടിച്ച് തിന്നാൽ തനിക്ക് 1-2 ദിവസത്തേക്ക് കഴിയാനുള്ള വകയായി. മാൻ അങ്ങ് പോകട്ടെ, എന്നിട്ട് കുഞ്ഞുങ്ങളെ തിന്നാം എന്ന് കരുതി ചെന്നായി അങ്ങനെ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞു. മാൻ യാത്ര പറഞ്ഞു പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു എന്ന് കണ്ടപ്പോൾ അവൻ ചെന്ന് പതുക്കെ വാതിലിൽ മുട്ടി. അപ്പോൾ കുഞ്ഞുങ്ങൾ വിളിച്ചു ചോദിച്ചു, ആരാ അവിടെ? ചെന്നായി ഒന്നും മിണ്ടിയില്ല, പക്ഷെ മുട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമ്മളുടെ അമ്മ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കില്ല. അമ്മ, ഞാൻ ആ മക്കളെന്ന് പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ഇത് നമ്മുടെ അമ്മയല്ല.
കുറേ നേരം മുട്ടിയിട്ടും കുഞ്ഞുങ്ങൾ വാതിൽ തുറക്കാഞ്ഞപ്പോൾ ചെന്നായ്ക്ക് വലിയ നിരാശയായി. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരം മാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ചെന്നായ വീടിനടുത്ത് വന്ന് ഒളിച്ചിരുന്നു. എങ്ങനെയാണ് മാന് വാതിലിൽ മുട്ടി കുഞ്ഞുങ്ങളെ വിളിക്കുന്നതെന്ന് പഠിക്കാൻ. അപ്പോൾ തള്ളമാൻ വന്ന് വാതിലിൽ മുട്ടി എൻ്റെ പുന്നാര മക്കളെ, ചക്കര മക്കളെ, വാതിൽ തുറക്ക് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇവന് മനസ്സിലായി, പുന്നാര മക്കളെ, ചക്കര മക്കളെ എന്ന് വിളിച്ചാലേ ഈ മാൻ കുഞ്ഞുങ്ങൾ വാതിൽ തുറക്കുമെന്ന്. അടുത്ത ദിവസം മാനമ്മ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഇവൻ വീണ്ടും വാതിൽക്കൽ ചെന്നു. എന്നിട്ട് വാതിൽ മുട്ടിയിട്ട് പുന്നാര മക്കളെ, ചക്കര മക്കളെ, അമ്മ വന്നു, വാതിൽ തുറന്ന് പറഞ്ഞു. അമ്മ വിളിക്കുന്നത് പോലെ ആരോ വിളിക്കുന്നത് കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി മാൻ കുഞ്ഞുങ്ങൾ വാതിലിനടുത്തേക്ക് ഓടി വന്നപ്പോൾ, അയ്യോ കുഞ്ഞുങ്ങളെ തുറക്കല്ലേ, ഇത് നിങ്ങളുടെ അമ്മയല്ല, നിങ്ങളുടെ അമ്മയല്ല എന്ന് ആരോ പറയുന്നത് കേട്ടു. ചെന്നായി ഇത് കേട്ടു. ചെന്നായി അത്ഭുതപ്പെട്ടു പോയി. മാനമ്മ പോയി എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ഇപ്പോൾ ഇതാരാ ഇങ്ങനെ പറയുന്നത്? നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു മൂലയിൽ നിൽക്കുന്ന ഒരു കുങ്കുമ ചെടിയായിരുന്നു. ചെടിയാണ് ഈ വിളിച്ചു പോകുന്നത്. ചെന്നായിക്ക് ദേഷ്യം വന്നു. ചെന്നായി ഓടിച്ചെന്ന് ആ ചെടിയെ വേരോടെ പിഴുതു ദൂരെ എറിഞ്ഞു. എന്നിട്ട് വീണ്ടും വന്ന് വാതിലിൽ മുട്ടി, പുന്നാര മക്കളെ, ചക്കര മക്കളെ, വാതിൽ തുറന്ന് പറഞ്ഞു. അപ്പോൾ പിഴുത് ദൂരെ കളഞ്ഞിരുന്ന കുങ്കുമ ചെടി അവിടെ കിടന്നുകൊണ്ട്, കുഞ്ഞുങ്ങളെ വാതിൽ തുറക്കല്ലേ, അത് നിങ്ങളുടെ അമ്മയല്ല, അമ്മയല്ല എന്ന് വിളിച്ചു പറഞ്ഞു. ചെന്നായിക്ക് കലശലായ ദേഷ്യം വന്നു. അവൻ ഓടി വന്ന് ആ കുങ്കുമ ചെടിയെ എടുത്ത് ഒരു കല്ലിലിട്ട് അരച്ച് കലക്കി കുടിച്ചു കളഞ്ഞു. അങ്ങനെ കുങ്കുമ ചെടി അവൻ്റെ വയറ്റിലായി. എന്നിട്ട് അവൻ വീണ്ടും വാതിൽക്ക വന്നു. വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, പുന്നാര മക്കളെ, ചക്കര മക്കളെ, വാതിൽ തുറ. കുഞ്ഞുങ്ങൾ കാതോർത്ത് നോക്കി കുങ്കുമച്ചെടി പറയുന്നുണ്ടോ. പക്ഷേ കുങ്കുമച്ചെടിയുടെ ശബ്ദം കേട്ടില്ല. അതുകൊണ്ട് അവർക്ക് തോന്നി അമ്മ വന്നു എന്ന്. അവർ വാതിൽ തുറന്നു. വാതിൽ തുറന്നതോടെ ചെന്നായി അകത്തേക്ക് ചാടി വന്ന് 4 കുഞ്ഞുങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞു. വൈകിട്ട് തള്ളമാൻ തിരിച്ചു വന്നു. നോക്കുമ്പോൾ മുറ്റത്തെ കുങ്കുമച്ചെടി കാണുന്നില്ല. കുങ്കുമച്ചെടി അവളുടെ കൂട്ടുകാരിയായിരുന്നു. അയ്യോ, എൻ്റെ കുങ്കുമച്ചെടി കണ്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരായിരുന്നു കാവൽ എന്ന് അവൾ ചിന്തിച്ചു. വാതിൽ തുറന്ന് കിടക്കായിരുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ല. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. മുറ്റത്തൊക്കെ ഓടി നടന്ന് നോക്കി. ഉറക്ക വിളിച്ചുകൊണ്ട് കാട്ടിലാകെ അലഞ്ഞു നടന്നു. കുഞ്ഞുങ്ങളെ കണ്ടില്ല. അങ്ങനെ നടന്ന് പോകുമ്പോൾ ചെന്നായുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്നത് കണ്ടു തറയിൽ. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആ കള്ളൻ ചെന്നായ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഈ ചെന്നായയെ കാട്ടിലെല്ലാവർക്കും അറിയാം, അവനൊരു ചതിയനാണ്. അവൾ കരഞ്ഞുകൊണ്ട് ചെന്നായ അന്വേഷിച്ച് നടന്നു. നോക്കുമ്പോൾ ഒരു കുളക്കരയിൽ വെള്ളവും കുടിച്ച് നിപ്പാണ് ചെന്നായ. വയറ് നിറച്ച് കുഞ്ഞുങ്ങളെ തിന്നു കഴിഞ്ഞപ്പോൾ അവൻ ദാഹിച്ചു, വെള്ളം കുടിക്കാൻ വന്നാണ്. അവനെ കണ്ടുകൊണ്ട് മാനമ്മ ഓടിച്ചെന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു താടാ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട ചെന്നായിക്ക് ദേഷ്യം വന്നു. ചെന്നായ അവളുടെ നേരെ ചാടി വീണു. നിന്നെ കൂടെ ഞാൻ തിന്നാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട്. മാന് പെട്ടെന്ന് ചാടി മാറിയപ്പോൾ തലയും കുത്തി ചെന്നായ ഒരു കല്ലിൻ്റെ പുറത്തേക്കാണ് വീണത്. നല്ല കൂർത്ത ഒരു കല്ലായിരുന്നു. ആ കല്ലിൻ്റെ അറ്റം കൊണ്ടിട്ട് കുഞ്ഞുങ്ങളെയും തിന്ന് വെള്ളവും കുടിച്ച് വീർത്ത് പൊട്ടാറായിരുന്ന അവൻ്റെ വയറ് പൊട്ടിപ്പോയി. അതിൽ നിന്ന് 4 കുഞ്ഞുങ്ങളും ചാടി പുറത്ത് വന്നു. കൂടെ ഒരു ചെറിയ കുങ്കുമച്ചെടിയും. മാനമ്മ കുഞ്ഞുങ്ങളെയും വിളിച്ച് കുങ്കുമച്ചെടിയും എടുത്ത് വീട്ടിലേക്ക് പോയി. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് തൻ്റെ മക്കൾക്ക് കാവലായിട്ട് അവൾ ആ കുങ്കുമച്ചെടി വീണ്ടും നട്ടുവെച്ചു. ചെന്നായ വയറ് പൊട്ടി ചത്തുപോയിരുന്നു. ചെന്നായ ചത്തുപോയതോടെ ഭീഷണിയൊക്കെ ഒഴിഞ്ഞ ആ മാന് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സന്തോഷമായിട്ട് കാട്ടി ജീവിച്ചു. ഈ കഥയ്ക്ക് നമ്മളുടെ പഴയ പൂച്ചക്കുറിഞ്ഞാറുടെ കഥയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. എന്നാലും എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കഥ അടുത്ത ദിവസം.